അങ്ങനെ ചന്ദ്രമതി പാർലറിൽ എത്തുന്നുണ്ട്. എത്തിയ പാടത്തിന് അവിടെയുള്ള സ്റ്റാഫുകളൊക്കെ ഇട്ട് ഭരിക്കാണ് കേട്ടോ. എന്നാൽ കൃത്യസമയം തന്നെ ആ പാർലറിന്റെ ശരിക്കുള്ള ഉടമ എത്തുന്നുണ്ട്. ആദ്യം ആ ലേഡി ചന്ദ്രമതിയെ കാര്യമായിട്ട് മൈൻഡ് ഒന്നും ചെയ്തില്ല. എന്നാൽ ചന്ദ്രമതിയുടെ കാട്ടിക്കൂട്ടലുകളൊക്കെ കണ്ടപ്പോൾ ആകെ ദേഷ്യം വരികയാണ് അവർക്ക്. അതിന്റെ പേരിൽ പിന്നെ ഒന്ന് രണ്ട് പറഞ്ഞ് അവിടെ വഴക്കാവുന്നുണ്ട്. അത് മാത്രമല്ല ആ ഓണറോട് ചന്ദ്രമതി ഭയങ്കര അധികാരത്തോട് കൂടിയിട്ട് സംസാരിക്കുകയാണ്. എന്തായാലും സത്യങ്ങളൊന്നും മനസ്സിലാക്കാതെ ആ ലേഡിയെ ചന്ദ്രമതി നിർത്തി പൊരിക്കുന്നുണ്ട്. ചന്ദ്രമതി പാർലറിലോട്ട് വരുന്നത് കണ്ടപ്പോൾ തന്നെ ശ്രുതി സ്ഥലം വിട്ടിട്ടുണ്ട്. ശ്രുതിക്കാണെങ്കിൽ ഇനി പെട്ടെന്ന് ഒന്നും ചെയ്യാൻ പറ്റില്ല. അതുകൊണ്ട് തന്നെ ശ്രുതിയുടെ ഫ്രണ്ടിനെ ഏൽപ്പിച്ച് അവിടുന്ന് വല്ല തടി തപ്പാണ്. ഓക്കെ, ആ ഒരു കിടിലൻ ട്വിസ്റ്റ് നിറഞ്ഞ എപ്പിസോഡാണ് ഇന്നത്തേത്. എന്തായാലും നമുക്ക് എപ്പിസോഡ് സ്റ്റാർട്ട് ചെയ്യും. ആദ്യം തന്നെ കാണിക്കുന്നത് ചന്ദ്രമതി കുളിച്ചൊരുങ്ങി എങ്ങോട്ടോ പോവാൻ വേണ്ടി റെഡിയായി നിൽക്കുകയാണ്. ഇത് കണ്ടപ്പോൾ രവി ചോദിക്കുന്നുണ്ട്, ചന്ദ്രേ നീ ഇതെങ്ങോട്ട് ഈ സമയത്ത്? അയ്യോ എന്റെ രവിയേട്ടാ, ഞാനത് പറയാൻ വിട്ടു. രവിയേട്ടനെ എന്റെ ഒരു കൂട്ടുകാരി സുഷമ അറിയില്ലേ? സുഷമയോ? ഏത് സുഷമ? ഓ, രവിയേട്ടൻ ഇത്ര പെട്ടെന്ന് മറന്നുപോയോ? എടോ എന്റെ ചന്ദ്രേ, പ്രായമായി വരുമല്ലേ, നിന്റെ കൂട്ടുകാരികളൊക്കെ എനിക്ക് എങ്ങനെ ഓർമ്മ കാണും? രവിയേട്ടാ, ഈ സുഷമ വലിയ പണക്കാരിയാ. നമ്മൾ രണ്ടുപേരും പാടി കൊച്ചിയിലുള്ള അവളുടെ വീട് കാണാൻ പോയിട്ടുണ്ട്. അവളുടെ 4ാമത്തെ വീടാ കൊച്ചിയിലുള്ളത്. ആ ഹൗസ് വാമിങ്ങിന് ഞാനും രവിയേട്ടനും കൂടി പോയത് ഓർമ്മയില്ലേ? ഓ, ഇപ്പോഴേ എനിക്ക് മനസ്സിലായത് ചന്ദ്രേ, ആ ഗൾഫുകാരി സുഷമ. ആ അതെ, പക്ഷേ അവളിപ്പോ ഗൾഫിലൊന്നും അല്ല, ഇപ്പൊ നാട്ടിൽ തന്നെ. എന്തിനാ അവള് ഗൾഫിലൊക്കെ പോകുന്നത്? നാട്ടിലെ വീട്ടിലിരുന്നാൽ തന്നെ അവൾക്ക് കോടികളാ കയ്യിലേട്ട് വരുന്നത്. പിന്നെ എന്തിനാ അവൾ അവിടെ ഇവിടെയൊക്കെ പോകുന്നത്? പിന്നെ അവളുടെ 3 ആൺകുട്ടികൾ നന്നായിട്ട് സെറ്റിൽ ആയിട്ടുണ്ട്. നല്ല 3 പൈങ്കിളി പോലത്തെ മരുമക്കളാ. എന്തായാലും അവൾ ഇങ്ങോട്ടേക്കാ വരുന്നത്. ദേ ഇപ്പൊ വരും. ഇത് കേട്ടപ്പോ രവി പറയുന്നുണ്ട്, ഓ, സുഷമ വരുന്നതിനാണോ നീ ഇത്രയൊക്കെ മാറ്റി ഒരുങ്ങിയത്? എന്റെ രവിയേട്ടാ, അവളെ ലക്ഷങ്ങൾ വിലമതിക്കുന്ന സാരി ഉടുത്തോണ്ടായിരിക്കും വരിക. അപ്പൊ പിന്നെ ഞാൻ 1000-ങ്ങളെങ്കിലും തോന്നിക്കുന്ന സാരി ഉടുക്കട്ടെ. ഇതേ വർഷമോളുടെ അമ്മ വാങ്ങി തന്ന സാരിയാ. 25,000 രൂപയുടെ സാരിയാന്നാ പറഞ്ഞത്. എങ്ങനെയുണ്ട് രവിയേട്ടാ, കൊള്ളാവോ? ചന്ദ്രേ, ഈ സാരിയുടെ വിലയിലൊക്കെ എന്ത് കാര്യമിരിക്കുന്നു? അവനവന്റെ നാണം മറയ്ക്കാനാ വസ്ത്രം ഇടുന്നത്, അല്ലാതെ മറ്റുള്ളവരെ കാണിക്കാനല്ല. എന്ത് പറഞ്ഞാൽ ഈ രവിയേട്ടൻ ഓരോന്ന് പറയാനുണ്ടായിരിക്കും. രവിയേട്ടൻ എന്തെങ്കിലും എന്നെ സപ്പോർട്ട് ചെയ്ത് സംസാരിച്ചിട്ടുണ്ടോ? ശരി, അല്ല നീ എന്തിനാ പാർലറിലോട്ട് പോകുന്നത്? അത് പറഞ്ഞപ്പോഴാ രവിയേട്ടാ, ഇന്നലെ സുഷമ എന്നെ വിളിച്ചിരുന്നു. അവള് ബ്യൂട്ടി പാർലറിൽ പോകുന്നുണ്ടെന്ന് പറഞ്ഞിട്ട്. അവളെ ബ്യൂട്ടി പാർലറിൽ പോയാലേ കുറച്ചൊന്നും അല്ല, അത്യാവശ്യം പൈസ അവിടെ വാരി വിതറും. അത് നമ്മളെ പാർലർ കിട്ടിയാൽ അത്രയും കാര്യമായില്ലേ? ശ്രുതിമോക്കാണെങ്കിൽ അത് വലിയ സന്തോഷമാവും. സുഷമ മാത്രമല്ല, അവളുടെ 3 മരുമക്കളുമുണ്ട്. അവരെ ഇനി ആ ബ്യൂട്ടി പാർലറിലോട്ട് തന്നെ കൊണ്ടുവരണം. അപ്പൊ രവി മനസ്സിൽ കരുതുന്നുണ്ട്, ഈശ്വര, ഇവള് വലിയ അധികാരത്തോടു കൂടി പോയിട്ട് അവസാനം അവിടെ നിന്ന് സത്യങ്ങളെല്ലാം അറിയോ? അപ്പൊ തന്നെ കോളിംഗ് ബെല്ല് കേൾക്കുന്നുണ്ട്. കോളിംഗ് ബെല്ല് കേട്ട പാടത്തന്നെ ചന്ദ്രമതി, രേവതി നീ ജ്യൂസ് എടുത്ത് വെക്കിട്ടോ, ഇതും പറഞ്ഞിട്ട് ഡോർ തുറന്നു കൊടുക്കാൻ പോവാണ്. തുറന്ന പാടത്തിനെ അവിടെ കാണുന്നത് സുഷമയാണ്. ചന്ദ്രേ, സുഷമേ കയറി വാ. ഞങ്ങളെ നിന്റെ കാര്യം പറഞ്ഞ് നാവ് വായിലോട്ടിട്ടില്ല. ആഹാ, എന്നെപ്പറ്റി എന്താ പറയുന്നത്? ഓ, ഒന്നും പറഞ്ഞില്ല എന്റെ സുഷമേ. രവിയേട്ടൻ ചോദിക്കുവാ, എന്തിനാ നീയും സുഷമയുടെ കൂടെ പോകുന്നതെന്ന്. അപ്പൊ ഞാൻ പറഞ്ഞു, നമ്മുടെ പാർലറിലോട്ടല്ലേ പോകുന്നതെന്ന്. അത് പറഞ്ഞപ്പോഴാ വരുന്ന വഴിക്ക് നിങ്ങളുടെ പാർലറിനെ കുറിച്ച് എൻ്റെ ഒരു സുഹൃത്തിനോട് ഞാൻ പറഞ്ഞു. അവിടുത്തെ സർവീസൊക്കെ നല്ലതാണെന്നാ പറഞ്ഞത്. നല്ലതല്ലാതിരിക്കൂ സുഷമേ. 1000-ങ്ങൾ എണ്ണിക്കൊടുത്തിട്ടാ എൻ്റെ മരുമകൾ അവിടെ സ്റ്റാഫുകളെ വെച്ചേക്കുന്നത്. ഏതായാലും നീ ഇപ്പൊ വലിയ കോടീശ്വരി ആയല്ലോ. പണ്ട് മുതലേ നിനക്ക് വലിയ കോടീശ്വരി ആവണമെന്നായിരുന്നല്ലോ ആഗ്രഹം. രവിയേട്ടാ, നിങ്ങൾക്ക് സുഖം തന്നെയല്ലേ? ഓ, എനിക്ക് സുഖം. അല്ല, സുഷമ ഇപ്പൊ എവിടെയാ? ഞാൻ ആദ്യം നിന്നെടുത്ത് തന്നെയാ. ഇടയ്ക്ക് ദുബായിലോട്ട് പോകും. അവിടെ 1-2 കമ്പനി ഉണ്ടല്ലോ. പിന്നെ മക്കളൊക്കെ അവിടെ ആയിരുന്നു. ഇപ്പൊ എല്ലാവരും നാട്ടിൽ സെറ്റിലായി. അതെന്തു പറ്റി നാട്ടിലെത്താൻ? വേറൊന്നും അല്ല, മരുമക്കളുടെ അച്ഛനും അമ്മയൊക്കെ നാട്ടിലല്ലേ, അവർക്ക് ഇവിടെ വന്ന് കൂടാനാ താല്പര്യം. പിന്നെ നമ്മളുടെ ബന്ധുക്കളൊക്കെ നാട്ടിലല്ലേ, ആരുമില്ലാതെ അവിടെ എത്രന്ന് വെച്ചിട്ടാ രവിയേട്ടാ? അത് നല്ലതാ. നമ്മൾ ജനിച്ചു വളർന്ന നാട്ടിൽ നിൽക്കുന്നതിന്റെ ഒരു സുഖം നമുക്ക് മറ്റെവിടെ പോയാലും കിട്ടില്ല. അതെ, ആ സമയത്ത് ചന്ദ്രമതി പറയുന്നുണ്ട്, എടി രേവതി, ഒന്ന് പെട്ടെന്നാവട്ടെ. ദാ വരുന്നു അമ്മേ. ഇതും പറഞ്ഞ് രേവതി ജ്യൂസുമായിട്ട് അങ്ങോട്ട് വരുന്നുണ്ട്. രേവതിയെ കണ്ട പാടത്തന്നെ സുഷമ ചോദിക്കുന്നുണ്ട്, ഇത് ഇവിടുത്തെ സർവൻ്റ് ആണോ? അപ്പൊ ചന്ദ്രമതി എടുത്ത് വെക്കനെ പറയുന്നുണ്ട്, ഇവളിവിടുത്തെ സർവൻ്റൊക്കെ ആയിട്ട് വരും. ചന്ദ്രേ, മോൾ ഇവിടുത്തെ സർവൻ്റ് ഒന്നുമല്ല, ഇവിടുത്തെ മരുമകളാ. എന്റെ സച്ചിയുടെ ഭാര്യ രേവതി. അയ്യോ, ഇത് നമ്മുടെ സച്ചിയുടെ ഭാര്യയാണോ? അതെ. എന്താ ചന്ദ്ര ഇത് നിന്റെ മകന്റെ ഭാര്യയല്ലേ? എന്നിട്ട് സെർവൻ്റ് ആണെന്ന് ചോദിച്ചപ്പോൾ നീ അതേന്ന് പറഞ്ഞതോ? എനിക്ക് ഇവള് സെർവൻ്റാ. കൂടുതലൊന്നും സുഷമ എന്നോട് ചോദിക്കാതെ. അപ്പോ നിന്റെ സ്വഭാവത്തിന് പ്രത്യേകിച്ച് മാറ്റമൊന്നും വന്നിട്ടില്ല അല്ലേ? മോളിപ്പോ എന്ത് ചെയ്യുവാ? അതായത് എന്തെങ്കിലും ജോലി ചെയ്യുന്നുണ്ടോ? പിന്നെ അവള് ചെയ്യുന്നുണ്ട്. ഇപ്പൊ കളക്ടർ ഉദ്യോഗ. ചന്ദ്രേ, നീ എന്താ ഇങ്ങനെയൊക്കെ പറയുന്നത്? അപ്പൊ രവി പറയുന്നുണ്ട്, മോൾക്ക് ഒരു പൂക്കടയുണ്ട്. ഉണ്ട്. വരുന്ന വഴിക്ക് നീ കണ്ടില്ലേ? ഒരു 4 പൂട്ട് റൂമിലൊരു പൂക്കട. ഞാൻ കണ്ടു. അവിടെ അത്യാവശ്യം തിരക്കുണ്ടല്ലോ. മോൾക്ക് പൂ കിട്ടുന്ന ജോലിയാണോ? അതെ ആന്റി.
അറിയാവുന്ന ജോലി ചെയ്യുന്നതിൽ ഒരു തെറ്റുമില്ല. എല്ലാ ജോലിക്കും അതിൻ്റെതായിട്ടുള്ള മഹത്വമുണ്ട്. ചന്ദ്രേ, നീ ആദ്യം അത് മനസ്സിലാക്ക്. നിനക്ക് പണമില്ലാത്തവരെ പണ്ടേ കണ്ടുകൂടാന്ന് എനിക്ക് നന്നായിട്ട് അറിയാം. ആ സമയത്ത് രവി ചോദിക്കുന്നുണ്ട്, അതൊക്കെ പോട്ടെ സുഷമേ, നിന്റെ ഇളയ മകൻ വിവാഹം കഴിച്ചെന്നറിഞ്ഞു. അത് പെട്ടെന്നായിരുന്നു. അവരുടേത് ലവ് മാരേജാ. അപ്പൊ പിന്നെ അത് വലിയ കല്യാണമൊന്നും ആക്കിയില്ല. എന്തായാലും നാട്ടിലെത്തിയിട്ട് ഫംഗ്ഷൻ ഉണ്ടാവുമെന്ന് പറഞ്ഞിട്ടുണ്ട്. അവർ എത്രയും പെട്ടെന്ന് നാട്ടിലെത്തും. അപ്പൊ എല്ലാവരും വിളിച്ചൊരു ഫംഗ്ഷൻ വെക്കുന്നുണ്ട്. അപ്പൊ ചന്ദ്ര പറയുന്നുണ്ട്, മരുമകൾ എവിടുന്ന? കോടീശ്വരി ആയിരിക്കും അല്ലേ? കോടീശ്വരി ഒന്നും അല്ല എന്റെ ചന്ദ്രേ, ഒരു തയ്യൽ കടക്കാരന്റെ മകളാ. ചിലപ്പോ രവിയേട്ടന് അറിയാൻ മതിയാവും. ആ സെന്ററിൽ പ്രശാന്ത് എന്ന് പറഞ്ഞൊരു തയ്യൽ കടക്കാരനില്ലേ, അദ്ദേഹത്തിന്റെ മകളാ. അയ്യേ എന്റെ സുഷമേ, തയ്യൽ കടക്കാരന്റെ മകളോ? എന്റെ മകൻ സ്നേഹിച്ച കുട്ടിയാ. എന്താ തയ്യൽ കടക്കാരനൊരു കുറവ്? എന്റെ 2 മറ്റു മരുമക്കളെയും എന്റെ മക്കളെ പാവപ്പെട്ട കുടുംബത്തിൽ നിന്ന് തന്നെയാണ് വിവാഹം കഴിച്ചത്. അപ്പൊ രവി പറയുന്നുണ്ട്, മരുമക്കളെ കൊണ്ട് പണക്കാരിയാവാൻ ആഗ്രഹിക്കുന്നവളാ ഇവള്. അതുകൊണ്ട് സുഷമ ചന്ദ്രയോട് ഇതേ പറ്റിയൊന്നും പറഞ്ഞിട്ട് കാര്യമില്ല. ഇവളങ്ങനെയാണല്ലോ. എങ്കിൽ പിന്നെ രവിയേട്ടാ, മോളെ ഞങ്ങൾ ഇറങ്ങുക. ചന്ദ്രേ, ഇറങ്ങുകയല്ലേ? സമയമില്ല, അവിടെ എത്തിയിട്ട് വേണം പോവാൻ. നിന്റെ മരുമക്കളും മക്കളും ഒക്കെ ജോലിക്ക് പോയി കാണും അല്ലേ? അവരൊക്കെ ജോലിക്ക് പോയി. എല്ലാവരും കാണാലോ എന്ന് കരുതിയിട്ടാ നേരത്തെ തന്നെ ഇങ്ങോട്ട് വന്നത്. എന്തായാലും കുഴപ്പമില്ല, ഇനി പിന്നൊരു ദിവസം വരാം. എങ്കിൽ പിന്നെ നമുക്കിറങ്ങാം. മോളെ രേവതി, പോയിട്ട് വരാട്ടോ. ശരി ആൻറ്റി. അങ്ങനെ അവർ രണ്ടുപേരും പാർലറിലോട്ട് പോവാണ്. അങ്ങനെ അവരെ ഇറങ്ങുന്നത് കണ്ടപ്പോൾ രവിക്ക് നെഞ്ചുവേദന വരുന്ന പോലെ തോന്നാൻ കേട്ടോ. ഇത് കണ്ടപ്പോൾ രേവതി ചോദിക്കുന്നുണ്ട്, അച്ഛാ എന്തെങ്കിലും ബുദ്ധിമുട്ടുണ്ടോ? ഏയ് കുഴപ്പമൊന്നുമില്ല മോളെ. അച്ഛാ ഞാനിവിടെ നിൽക്കണോ അമ്മ വരുന്നവരെ? ഏയ് അതിൻ്റെ ഒന്നും ആവശ്യമില്ല. മോളിപ്പോൾ കടയിലോട്ട് ചെല്ല്, അവിടെ നല്ല തിരക്കാണെന്നല്ലേ പറഞ്ഞത്. ശരി അച്ഛാ. അച്ഛാ ഭക്ഷണമൊക്കെ എടുത്തു വെച്ചിട്ടുണ്ട്, എടുത്ത് കഴിച്ചോളണം. ശരി. അങ്ങനെ രേവതിയും പൂക്കടയിലോട്ട് ഇറങ്ങുന്നുണ്ട്. അപ്പൊ രവി ഇങ്ങനെ മനസ്സിൽ കരുതുന്നുണ്ട്, ഈശ്വര ഇനി അവിടേക്ക് എത്തിയിട്ട് എന്തൊക്കെയാണോ നടക്കാൻ പോകുന്നത്. ശ്രുതിമോളൊക്കെ നോക്കിക്കോളെന്ന് കരുതാം. ഈ കുട്ടികൾ ഇങ്ങനെ കള്ളം പറയുന്നതാ ഏറ്റവും വലിയ ബുദ്ധിമുട്ട്. ഓക്കെ, ഇനി അതൊക്കെ കഴിഞ്ഞിട്ട് കാണിക്കുന്നത് പാർലറിന്റെ മുന്നിൽ പോയിട്ട് കാർ നിർത്തുന്നതാണ്. കാർ ഇറങ്ങിയ പാടെ തന്നെ സുഷമ പറയുന്നുണ്ട്, ചന്ദ്രമതി, ഏതായാലും നിന്റെ ബ്യൂട്ടി പാർലർ കൊള്ളാം. അല്ല, നിന്റെ പേരാണ് ബ്യൂട്ടി പാർലറിന് ഇട്ടേന്നല്ലേ നീ പറഞ്ഞത്? അതെ, ചന്ദ്രമതി ബ്യൂട്ടി പാർലർ. എങ്കിൽ പിന്നെ അതും കൂടി എനിക്കൊന്ന് കാണണം, വാ. അങ്ങനെ അവർ രണ്ടുപേരും സ്റ്റെപ്പ് കയറി വരുന്ന സമയത്താണ് ശ്രുതിയുടെ കൂട്ടുകാരി ഇവരെ കാണുന്നത്. കണ്ട പാടത്തിനെ ഓടിപ്പോയിട്ട് ശ്രുതിയുടെ അടുത്ത് നിന്ന് വിവരം പറയുന്നുണ്ട്. ശ്രുതി, എന്താ നിനക്ക് എന്തു പറ്റി? എനിക്ക് എന്തു പറ്റിയെന്നോ? ഉള്ള കള്ളത്തരങ്ങളൊക്കെ പറഞ്ഞുണ്ടാക്കിയിട്ട് നിന്റെ അമ്മായിയമ്മയും അവരുടെ കൂടെ വേറൊരു സ്ത്രീയും കൂടി വരുന്നുണ്ട്. അയ്യോ, ആന്റി വരുന്നുണ്ടെങ്കിൽ ആന്റിയോട് ഞാൻ വിളിച്ചിട്ട് വരാൻ പറഞ്ഞതാ. അവര് വിളിച്ചിട്ടൊന്നല്ല വരുന്നത്, ആരെയും കൂട്ടിക്കൊണ്ടാ വരുന്നത്. ദേ, ഈ കടയുടെ ഓണർ നിമിഷങ്ങൾക്കുള്ളിൽ ഇവിടെ എത്തും. എന്തെങ്കിലും ഒന്ന് ചെയ്തേ പറ്റൂ. അയ്യോ, ഞാൻ എന്ത് ചെയ്യാനാ? ശ്രുതി, നീ എന്തെങ്കിലും ഒന്ന് പെട്ടെന്ന് ആലോചിക്കേ. ആ ഗ്രീൻ ബ്രാൻഡ് എന്നുള്ള പേരെങ്ങാനും നിന്റെ അമ്മായിയമ്മ കണ്ടാലുണ്ടല്ലോ. അയ്യോ, ഞാനൊരു കാര്യം പറയട്ടെ, ഞാൻ തൽക്കാലം ഇവിടുന്ന് എങ്ങോട്ടേലും മാറി നിൽക്കാം. നീ തൽക്കാലം ഹാൻഡിൽ ചെയ്തൊക്കെ. ഇടി, ഞാനെന്ത് പറയാനാ? മോളെ, നിനക്ക് എന്നെ ഇപ്പൊ സഹായിക്കാൻ പറ്റൂ. ഞാൻ ഇവിടെ മാറി നിൽക്കാം. നീ എന്തെങ്കിലും ചെയ്തെന്നെ രക്ഷിക്കും. ശരി. എന്റെ ഗതികേടായി പോയില്ലേ? അങ്ങനെ ശ്രുതി പോയിട്ട് ഒളിച്ചു നിൽക്കുന്നുണ്ട് കേട്ടോ. ആ സമയത്ത് തന്നെ ചന്ദ്രമതിയും കൂട്ടുകാരിയും കൂടി പാർലറിനുള്ളിലോട്ട് കയറുന്നുണ്ട്. അപ്പൊ സുഷമ പറയുന്നുണ്ട്, കൊള്ളാലോ ചന്ദ്രമതി, ഇത് വൻ സെറ്റപ്പ് ആയല്ലോ. അല്ല, നിന്റെ പേര് ഇവിടെ എവിടെയും കാണുന്നില്ലല്ലോ. ഇതെന്താ ഗ്രീൻ ബ്രാൻഡ് എന്ന് എഴുതിയിരിക്കുന്നത്? അയ്യോ, ഈ സ്ഥാനത്ത് എന്റെ പേരായിരുന്നല്ലോ. എന്താ ചന്ദ്രമതി, നീ അറിയാതെ നിന്റെ മരുമക്കളെ പേരും മാറ്റിയോ? ഏയ്, അതിനൊന്നും വഴിയില്ല. ഇതിപ്പോ എന്താ സംഭവിച്ചെന്ന് അറിയില്ല. ആ സമയത്താണ് ശ്രുതിയുടെ കൂട്ടുകാരി മുമ്പിലോട്ട് വരുന്നത്. ആഹാ, ഇതാര്? ആന്റിയോ? മോളെ, എവിടെ ശ്രുതി മോള്? അയ്യോ, ശ്രുതി പുറത്തോട്ട് പോയിരിക്കുക. അയ്യോ, പുറത്തു പോയെന്നോ? ഷോ, എന്തായാലും അതൊന്നും കുഴപ്പമില്ല. തൽക്കാലം നീ നിനക്ക് ചെയ്യേണ്ടതൊക്കെ ചെയ്യ്. അപ്പോഴേക്കും മോള് വന്നോളൂ സുഷമേ. എങ്കിൽ ശരി. അല്ല മോളെ, ഇവിടുത്തെ സ്റ്റാഫൊക്കെ എവിടെ പോയി? സ്റ്റാഫ് ഇന്ന് ലീവ് എടുത്തിരിക്കുക. അതിന് 1-2 സ്റ്റാഫ് അല്ലല്ലോ, ഇവിടെ 10ഓളം സ്റ്റാഫില്ലേ? അത് പിന്നെ ആൻറ്റി, അവർക്ക് ഒരുമിച്ച് ഒരു കൂട്ടുകാരിയുടെ കല്യാണമുണ്ട്. അവരതിനു വേണ്ടി ലീവ് എടുത്തിരിക്കുക. ഒരു ദിവസമല്ലേ, അപ്പം പിന്നെ ശ്രുതി ലീവ് കൊടുത്തിരിക്കുക. അല്ല, അപ്പം ഇവിടെ ആരുമില്ലേ? അയ്യോ, ആരും ഇല്ലായൊന്നുമില്ല. 1-2 പേര് ഇവിടെ ഉണ്ട്. ശരി, അവരെ വിളിച്ചിട്ട് എത്രയും പെട്ടെന്ന് സുഷമക്ക് വേണ്ടിയതൊക്കെ ചെയ്തു കൊടുക്ക്. ശരി ആൻറ്റി. ആൻറ്റി ഇവിടെ ഇരുന്നോളൂ. ശരി. ആ സമയത്ത് തന്നെ ഒരു നേപ്പാളി പെണ്ണ് അങ്ങോട്ട് വരുന്നുണ്ട് കേട്ടോ. അത് കണ്ടപ്പോൾ ചന്ദ്രമതി പറയുന്നുണ്ട്, അതെ, കൈയൊക്കെ നല്ല വൃത്തിയില്ലേ? ഇത് കണ്ടപ്പോൾ ആ നേപ്പാളി കൊച്ചിനൊന്നും മനസ്സിലാവുന്നില്ല കേട്ടോ. അപ്പോൾ ശ്രുതിയുടെ കൂട്ടുകാർ പറയുന്നുണ്ട്, അവരുടെ കൈയൊക്കെ ശരിക്കും പറഞ്ഞാൽ നമ്മളേക്കാൾ വൃത്തിയായിരിക്കും. പറയാൻ പറ്റത്തില്ല. അപ്പോഴാണ് വേറൊരു കൊച്ചു അതിലൂടെ പോകുന്നത് കേട്ടോ. ഇത് കണ്ടപ്പോൾ ചന്ദ്രമതി പറയുന്നുണ്ട്, അതെ, വെറുതെ ഇങ്ങനെ അങ്ങോട്ടും ഇങ്ങോട്ടും നടക്കാതെ ജോലി ചെയ്യ്. മാസത്തിൽ 10-30,000 രൂപ വാങ്ങുന്നുണ്ടല്ലോ. ഇവർക്കൊക്കെ എൻ്റെ ശ്രുതിമോൾ അത്രയും പൈസ കൊടുക്കുന്നുണ്ടല്ലോ. എന്തിനാണോ ആവൂ. എൻ്റെ ചന്ദ്രേ, നീ ഒന്നും മിണ്ടാതിരിക്കി. ആ സമയത്ത് ശ്രുതിയുടെ കൂട്ടുകാരി ചോദിക്കുന്നുണ്ട്, മാഡത്തിന് എന്തൊക്കെയാ ചെയ്യേണ്ടത്? എനിക്കൊന്ന് ഹെയർ സ്മൂത്തും ചെയ്യണം, പിന്നെ ഒന്ന് ഫേഷ്യൽ ചെയ്യണം. ശരി മാഡം. പിന്നെ കഴിഞ്ഞില്ല, എൻ്റെ നെയിലൊന്ന് റെഡിയാക്കണം. ഓക്കെ മാഡം. ഇതും പറഞ്ഞ് ശ്രുതിയുടെ കൂട്ടുകാരി പോവാൻ നിൽക്കുമ്പോൾ തന്നെ ചന്ദ്രമതി ചോദിക്കുന്നുണ്ട്,
അതെ, സുഷമ ഇപ്പൊ ചെയ്യാൻ പറഞ്ഞതിനെ മൊത്തത്തിൽ എത്ര പൈസ കാണും? അതിപ്പോ ആന്റി ഒരു 10-30,000 വരും. എന്തായാലും കുറയില്ല, ചിലപ്പോൾ അതിന് കൂടിയെന്നിരിക്കും. അയ്യോ എൻ്റെ ഈശ്വര, 30,000 അവള് വെറുതെ ഇവിടെ കൊണ്ട് കളയുന്നു. ആന്റി, ഇതിനൊക്കെ നല്ല എഫേർട്ട് ഉണ്ട്. അത് മാത്രമല്ല ഒരുപാട് സമയമെടുക്കും ഇതൊക്കെ ചെയ്തു തീർക്കാൻ. ആ നടക്കട്ടെ. ആ സമയത്താണ് ഈ കടയുടെ ഓണർ വരുന്നത് കേട്ടോ. ഇത് കണ്ടപ്പോൾ ശ്രുതിയുടെ കൂട്ടുകാരിക്ക് ആകെ പേടിയാവുന്നുണ്ട്. അയ്യോ, സുജാ മേഡം വന്നല്ലോ, ഇനിയിപ്പോൾ എന്തൊക്കെയാണ് ഇവിടെ ഉണ്ടാവുക? എന്നാൽ ആ ലേഡിയെ കണ്ടപ്പോൾ തന്നെ ചന്ദ്രമതി നോക്കി ചിരിക്കുന്നുണ്ട്. പക്ഷെ അവർ തിരിച്ചു ചിരിച്ചില്ല കേട്ടോ. ഇത് കണ്ടപ്പോൾ ചന്ദ്രമതി പറയുന്നുണ്ട്, ഓ എന്തൊരു അഹങ്കാരമോ, ഇവക്കൊക്കെ പണമുള്ളതിൻ്റെ അഹങ്കാര. ഈ കടയുടെ ഓണർ എൻ്റെ മരുമകളാണെന്നുള്ളത് അവൾക്കറിയില്ലല്ലോ. എൻ്റെ പേരാണ് ഈ കടയ്ക്കുള്ളതെന്ന് പോലും ആ പെണ്ണിന് അറിയില്ല. അപ്പം പിന്നെ അവൾ ചിരിച്ചില്ലെങ്കിലും വലിയ കുഴപ്പമൊന്നുമില്ല. അവക്കൊന്ന് ചെയ്തു കൊടുക്കരുതെന്ന് പറയണം. ആ മോളെ, ശ്രുതി വരാറായോ? കുറച്ച് സമയം കൂടി പിടിക്കും. ഓ ആണോ? മോളെ വിളിച്ചിട്ട് കിട്ടുന്നുമില്ല. ആ പിന്നെ മോളെ, ഇപ്പോൾ ഒരു സ്ത്രീ പോയില്ലേ, അവർക്ക് കാര്യമായിട്ട് അങ്ങനൊന്നും ചെയ്തു കൊടുക്കണ്ടായിട്ടോ. അവർക്ക് ഭയങ്കര ഗമ. അയ്യോ, മാഡത്തിനെ കുറിച്ചാണല്ലോ ഇവർ പറയുന്നത്. അത് ഞാൻ നോക്കിക്കോളാം ആൻറ്റി. നോക്കിക്കോളാന്ന് പറഞ്ഞാൽ പോരാ, ആ പോയവൾക്ക് കുറച്ച് അഹങ്കാരം കൂടുതലാ. അവക്ക് ചെയ്തു കൊടുക്കുന്നതൊക്കെ അത്ര ആത്മാർത്ഥത വേണ്ടെന്നാണ് ഞാൻ പറഞ്ഞത്. ശരി മാഡം. അപ്പോൾ തന്നെ ആ ലേഡി ചന്ദ്രമതിയുടെ മുഖത്തോട് നോക്കുന്നുണ്ട്. ചന്ദ്രമതി മൈൻഡ് കൊടുക്കാതെ ഗമ്മയോടുകൂടി ഇപ്പുറത്തേക്ക് തിരിഞ്ഞിരിക്കാൻ കേട്ടോ. അപ്പൊ ശ്രുതിയുടെ കൂട്ടുകാരിയോട് ആ ഓണർ ചോദിക്കുന്നുണ്ട്, അവരെന്തിനെങ്കിലും വന്നതാണോ? അല്ല, അത് പിന്നെ അവരുടെ ഒരു കൂട്ടുകാരി വന്നിട്ടുണ്ട്, അവർക്കാ ചെയ്യുന്നത്. ദേ ആയിരിക്കുന്ന ആളാ മാഡം. ഓ അവരാണോ? അപ്പൊ ചന്ദ്രമതി ചോദിക്കുന്നുണ്ട്, മോളെ എനിക്ക് വല്ലാതെ ദാഹിക്കുന്നു, എനിക്കും സുഷമയ്ക്കും 2 ഗ്ലാസ് ജ്യൂസ് വേണം. ഇവിടെ കിട്ടില്ലേ മോളെ? അത് പിന്നെ ആൻറ്റി, ഇവിടെ വേറെ ആരും ഇല്ലല്ലോ. അയ്യോ അതിനെന്താ മോളെ, ഇത് ഞങ്ങളുടെ പാർലറല്ലേ, ഞാനെടുത്ത് കുടിച്ചോളാം. അപ്പം ആ ഓണർ പറയുന്നുണ്ട്, എന്താ ഇവരുടെ പാർലറോ? ഇതെന്താ വരുന്ന ഗസ്റ്റിനൊക്കെ അകത്തോട്ട് കയറാനുള്ള പെർമിഷൻ കൊടുക്കുന്നത്? അവർക്കൊക്കെ ഇവിടെ ഇരുന്നാൽ പോരെ? അത് പിന്നെ മാഡം, ശ്രുതിയുടെ ഒരടുത്ത ബന്ധുവാ. ഏത് ശ്രുതിയുടെ ബന്ധുവാണെന്നുണ്ടെങ്കിലും നിർത്തേണ്ടടുത്ത് നിർത്തണം. അവർക്ക് ജ്യൂസോ മറ്റോ വേണമെങ്കിൽ എടുത്തു കൊടുക്ക്, അവിടെ ഇരിക്കാൻ പറയാം അവരോട്. എന്നാൽ അത് ചന്ദ്രമതി കേൾക്കുന്നുണ്ട് കേട്ടോ. അതൊക്കെ എന്തിനാ നിങ്ങൾ നോക്കുന്നത്? ഇതേ എൻ്റെ പാർലറാ, ഞാൻ എനിക്കിഷ്ടമുള്ളത് ഇവിടെ നിന്ന് എടുക്കും. നിങ്ങളുടെ പാർലറോ? ഇതെങ്ങനെ നിങ്ങളുടെ പാർലറാവാ? എൻ്റെതല്ല, എൻ്റെ മരുമകളുടെ. ഈ പാർലറിനെ എൻ്റെ പേരാ ചന്ദ്രമതി ബ്യൂട്ടി പാർലർ. അല്ല, നിങ്ങളുടെ മുഖത്ത് കണ്ണൊന്നുമല്ലേ? കയറി വരുമ്പോൾ അവിടെ എഴുതി വെച്ചിരിക്കുന്ന പേര് നിങ്ങൾ കാണുന്നില്ലേ? ഗ്രീൻ ബ്രാൻഡ്. അതാണ് ഈ പാർലറിൻ്റെ ശരിക്കുള്ള പേര്. അപ്പോൾ ചന്ദ്രമതി പറയുന്നത്, ദേ എനിക്ക് ഇവരുടെ സ്വഭാവം ഒട്ടും പിടിക്കുന്നില്ല കേട്ടോ മോളെ, ഇവരിവിടുന്ന് ഇറക്കി വിട്ടേ. ഇവരുടെ കാശൊന്നും ഇവിടെ ആർക്കും വേണ്ട. അയ്യോ ആൻറ്റി ഒന്ന് അവിടെ അടങ്ങിയിരിക്കി. എന്താ മോളെ മോൾ ഇങ്ങനെയൊക്കെ പറയുന്നത്? ഈ സ്ത്രീ എന്നെ എതിർത്ത് സംസാരിച്ചെങ്ങാനും ശ്രുതി മോൾ അറിഞ്ഞു കഴിഞ്ഞാൽ ദേ മോളുടെ ജോലി വരെ ഇവിടുന്ന് തെറിക്കും. അപ്പം ആ ഓണർ പറയുന്നുണ്ട്, ദേ മര്യാദയ്ക്കാണ് നിങ്ങളോട് ഞാൻ സംസാരിച്ചത്. നിങ്ങളെന്താ എൻ്റെ തലയിൽ കയറുകയാണോ? ഇതെന്താ നിങ്ങളുടെ ബ്യൂട്ടി പാർലറാണോ? അതല്ലേടോ ഇത്രയും നേരം ഞാൻ പറഞ്ഞത്. എന്താ ഇതൊക്കെ? ഇവരാരാ? കുറെ നേരമായാലും ഇവിടുത്തെ സ്റ്റാഫിനെയും ഇവിടെ വരുന്ന ഗസ്റ്റിനൊക്കെ അപമാനിച്ച് സംസാരിക്കുന്നു. ഇതെന്റെ സ്ഥലാ, ഞാൻ എനിക്ക് ഇഷ്ടമുള്ള പോലെ സംസാരിക്കും. ഇതേ എൻ്റെ പാർലറാ, അല്ലാതെ നിങ്ങളുടെ പാർലറല്ല. ശ്രുതി ഇവിടുത്തെ സ്റ്റാഫാ, ഞാൻ പണം കൊടുത്ത് വെച്ചേക്കുന്ന സ്റ്റാഫ്, അല്ലാതെ നിങ്ങളുടെ ശ്രുതിയുടെ പാർലറല്ല ഇത്. മര്യാദയ്ക്കാണെങ്കിൽ നിങ്ങൾക്ക് ഇവിടെ ഇരിക്കാം, ഇല്ലാന്നുണ്ടെങ്കിൽ ഒന്ന് പുറത്തു പോയി തരണം. ആഹാ, നീ എന്താടി വിചാരിച്ചേ ഞാനിതൊക്കെ കേട്ട് പത്തിയും താഴ്ത്തി നിൽക്കുമെന്നോ? മോളെ, ഇതെന്തൊക്കെ ഈ സ്ത്രീ പറയുന്നത്? ഇവരുടെ കടയാണത്ര ഇത്. ഇതെന്റെ ശ്രുതിമോളുടെ കടയല്ലേ? ആ സമയത്ത് സുഷമ പറയുന്നുണ്ട്, എന്താ ചന്ദ്രമതി ഇത്, എന്തിനാ ഇവിടെ ഒന്ന് വഴക്കുണ്ടാക്കുന്നത്? അത് പിന്നെ സുഷമ വേറൊന്നുമില്ല, ഇവരൊക്കെ ഓരോന്ന് പറഞ്ഞ് എന്നെ ദേഷ്യം പിടിപ്പിക്കുക. ഇത് ഇവളുടെ കടയാണത്രേ, എന്റെ ശ്രുതിമോളുടെ അച്ഛൻ വാങ്ങിക്കൊടുത്ത പാർലറാ ഇത്. ഇവർക്കെന്താ എത്ര പറഞ്ഞിട്ട് മനസ്സിലാവാത്തത്? ഇവർക്ക് മാനേഴ്സ് ഇല്ലേ? വീണ്ടും വീണ്ടും ഇവരുടെ പാർലറാന്ന് പറഞ്ഞുകൊണ്ടിരിക്കുന്നു. ദേ നിങ്ങളായിട്ട് ഇവരെ പിടിച്ച് പുറത്താക്കുന്നു, അല്ലെങ്കിൽ പിന്നെ ശ്രുതിയെ ഞാൻ ഇവിടുന്ന് പുറത്താക്കുന്നു. എവിടെ ശ്രുതിയെ വിളിക്കി. അയ്യോ മാഡം, ശ്രുതി പുറത്തു പോയിരിക്കുക. ഇപ്പൊ വർക്കിംഗ് ടൈമല്ലേ, ഈ സമയത്ത് അവൾ എവിടെ പോയിരിക്കുക? അത് പിന്നെ ഒരു അർജന്റായിട്ട് പോയതാ. നീ എന്തിനാ മോളെ ശ്രുതി എവിടെ പോയതാന്നൊക്കെ ഇവളോട് പറയുന്നേ? അത് പിന്നെ ആന്റി ഒന്നും മിണ്ടാതിരിക്കേ, ഞാൻ ഇത് എങ്ങനെയെങ്കിലും ഒന്ന് സോൾവ് ചെയ്യട്ടെ. അപ്പൊ സുഷമ വയ്ക്കുന്നുണ്ട്, എന്താ ഇതൊക്കെ ചന്ദ്രമതി, ഇത് നിന്റെ മരുമകളുടെ പാർലർ തന്നെയല്ലേ? ഓക്കെ, ഇനി എന്തായാലും നല്ല കിടിലൻ ട്വിസ്റ്റ് നിറഞ്ഞ എപ്പിസോഡുകളാണ് കേട്ടോ. അപ്പോൾ ആ എപ്പിസോഡുകൾ കിട്ടാനായിട്ട് ചാനൽ സബ്സ്ക്രൈബ് ചെയ്തൊക്കെ വീഡിയോക്ക് ലൈക്ക് ചെയ്തൊക്കെ നെക്സ്റ്റ് എപ്പിസോഡൊന്ന് കമൻറ്റ് ചെയ്തേക്കാട്ടോ. ഇതിൻ്റെ ബാക്കി കിട്ടാൻ നെക്സ്റ്റ് എപ്പിസോഡൊന്ന് കമൻറ്റ് ചെയ്യുക. അപ്പോൾ അടുത്ത വീഡിയോയിൽ കാണുന്നവരേക്കും എല്ലാവർക്കും ബൈ ഗൈസ്.